സിറ്റിയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം സിറ്റി വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും വണ്ടി ബിൽഡിങ്ങുകൾ കണ്ണടിച്ചു പോകുന്നു. കുറച്ച് നേരത്തേക്ക് നമുക്ക് കുറച്ച് ഫാഷൻ ഷോ ഒക്കെ ഞാനൊന്നും നോക്കി തിരിച്ചിരിപ്പോൾ അതിങ്ങനെ അന്വേഷിച്ച് കണക്കാണ്. എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് കാണാൻ പോകുന്ന ആർട്ട് സ്ട്രീറ്റിലോട്ട് പോകുന്ന വഴി നമ്മൾ വഴിയെ കണ്ട ഒരു പാർക്കിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈ സിറ്റിയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള ഏതാണ് ആർട്ട് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതായിരുന്നു ഹൈ സിറ്റിയുടെ എൻട്രൻസ്. അതുവഴി തന്നെ നമ്മൾ ഇറങ്ങി പോകുന്നത് അല്ലേ? ഇത് എക്സിറ്റ് ആണ്. ഞങ്ങളൊരു അടിപൊളി പാർക്ക് ഉണ്ട്. ആ പാർക്കിലോട്ട് പോകാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ അബഹയിലെ സിറ്റി വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും വണ്ടി കയറിയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കരുതി ഇപ്പൊ നമ്മൾ അബഹയിലെ ഒരു ചെറിയ ടൂറാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ധാരാളം ബിൽഡിങ്ങുകൾ. ഇതൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ചേട്ടാ അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഇന്നൊരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഇത്രയും ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഗ് അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ബിൽഡിങ്ങുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ശരിക്കും നമ്മൾ വിചാരിച്ചത് അല്ലേ? ഈ സ്ഥലം ഭയങ്കര വെയിലാണ്. കണ്ണടിച്ചു പോകുന്നു ഗൈസ്. ഇതാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ. ഞങ്ങൾ ഇതിൽ നടക്കാമെന്ന്. ഇതെന്ത് പറയാടാ? ഒലീവാണോ? അല്ലല്ലോ, ഒരു മരം കണ്ട് നല്ല രസമുണ്ട്. പെട്ടെന്ന് ആ ക്ലൈമറ്റ് ഒന്ന് മാറി. ഇത്ര നേരം ചൂടായിരുന്നു. ഒരു ചെറിയൊരു തണുപ്പായി, വെയിലൊക്കെ കുറഞ്ഞു. എന്തൊരു പാറയൊക്കെ. അത് ശരി. ഇവിടുത്തെ ആ ഒരു പച്ചപ്പും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. ഇതുവഴി നടന്നു വന്നപ്പോഴേ നല്ല കാറ്റും
നല്ല രസമുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് കുറച്ച് ഫാഷൻ ഷോ ഒക്കെ ചെയ്യാമെന്ന് കരുതി നമ്മളത് വഴി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണിച്ച് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താണ്ട്ര നമ്മുടെ മുന്നിൽ ഒരു വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ഒരു പൂ നീട്ടിക്കൊണ്ടുവരികയാണ്. ഞാനൊന്നും നോക്കിയില്ല ഗൈസ്, സ്പോട്ടിൽ തന്നെ ആ പൂ മേടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തിരിച്ചൊരു പൂ കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ വളരെ സന്തോഷത്തോടെ ആ ഒരു പൂ അദ്ദേഹത്തിന് വെച്ച് നീട്ടി. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം ആ പൂ സ്വീകരിച്ചില്ല. ഇതെല്ലാം കണ്ട് വെളിയിൽ എൻ്റെ വിഷമം കണ്ടിരിക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ വന്ന് എനിക്ക് പൂ തരികയാണ് ഗൈസ്. നടക്കാനൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ നീലപ്പൂള്, ഞാനിവിടെ അബഹയില സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പൂ ഞാൻ കണ്ടായിരുന്നു, ഒരു നീലപ്പൂവ്. ഞാൻ അതിങ്ങനെ അന്വേഷിച്ച് കണക്കാണ്. പക്ഷെ ഈ മരത്തിൽ അതിൻ്റെ ഒരെണ്ണം ഉണ്ട്. കണ്ടോ, ഒരെണ്ണം നിൽപ്പുണ്ട്. ഞാൻ ആ ഒരു പൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വയലറ്റ് കളറുള്ള പൂ, ഇവിടുത്തെ ഒരു ഭയങ്കര സംഭവമാണ് അത്. ഞാനത് ഭയങ്കരമായിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നൊരു ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഈ മരമായിരുന്നു, അതിൻ്റെ ഒറ്റ പൂവില്ല, എല്ലാം തീർന്നു, ഒഴിഞ്ഞു പോയി, ഇല്ല പൂ. പക്ഷെ നോക്കിക്കേ, ആ ഒരു മരത്തിൻ്റെയൊക്കെ ലുക്ക് നോക്കിക്കേ, ഇല്ല എന്താ ഭംഗി നോക്കിക്കേ. ആ ഭയങ്കര രസം, ഭയങ്കര ലുക്കുള്ള, അന്യായ ലുക്കുള്ള ഒരു സ്ഥലം. ഇവിടെ എവിടെയും പാറയുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും പാറേനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും ഒരു പ്രകൃതി ഭംഗി, എന്താ പറയുക, നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു ഇവിടെ വന്നിട്ട്. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. പച്ച കളറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്തു. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാർ ഇതുവഴി പോയപ്പോഴേ രഞ്ജീഷേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു പാർക്ക് പോലൊരു സംഭവം നമുക്ക് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ നിർത്തിയതാണ്. എന്തോ നല്ല രസമുണ്ട്, കൊള്ളാം. ഇതിവിടെ എല്ലാം ഉണ്ട് ആ മരം. ഞാൻ ആ പറഞ്ഞ മരം ഇതാണ്, പക്ഷെ അതിൻ്റെ പൂ മൊത്തം പൊഴിഞ്ഞു പോയി. ഇല്ല, വയലറ്റ് കളറിലൊരു പൂ. അതിൻ്റെ പേര് ഞാൻ അറിയില്ല, എനിക്ക് സെർച്ച് ചെയ്യണം. അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ഈ അബഹയിൽ കാണിക്കുമ്പോൾ ആ ഒരു പൂ ഇവിടുത്തെ ഒരു വലിയ സംഭവമാണ്. ഇവിടെ ഒത്തിരി പാറകളുണ്ട്, എന്താണെന്നറിയില്ല. ഈ മരം ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മരം കേട്ടോ. അതിനകത്ത് എന്തോ കുറെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പും നല്ലൊരു പോസിറ്റിവിറ്റി നടന്ന സ്ഥലം, ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.